ഒരു യുദ്ധമുണ്ടായാൽ, അല്ലെങ്കിൽ അന്യരാജ്യവുമായി ഒരു ഏറ്റുമുട്ടലുണ്ടായാൽ അവിടെ സൈന്യം എന്തെല്ലാം ചെയ്തു, ഇനി എന്തെല്ലാം ചെയ്യാൻ പോകുന്നു, ഏത് തരത്തിലുള്ള നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടായി എന്ന തരത്തിലുള്ള വിവരങ്ങളെല്ലാം വളരെ ക്ലാസിഫൈഡ് ആയിട്ടാണ് ഇന്ത്യ കണ്ടുവരുന്നത്. അത് 1962 ഇന്ത്യ ചൈന യുദ്ധം മുതൽ ഇന്ത്യ ഗവൺമെൻറ് എടുത്ത ഒരു നിലപാടാണ്. അത് പാർലമെൻറ്റിൽ അന്നത്തെ ഗവൺമെൻറ്, കോൺഗ്രസ് ഗവൺമെൻറ് സർക്കാരുമായിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ തീർപ്പ് വെച്ചതുമാണ്. എന്നാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി, ഏതൊക്കെ തരത്തിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്, അത് സൈന്യമോ ഗവൺമെൻറ്റോ ഈ ഒരു കാര്യം വ്യക്തമാക്കണമെന്നുള്ളത്. ഒന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു വിഷയത്തിൽ രാഹുൽ ഗാന്ധി ആരെയാണ് അനുകൂലിക്കുന്നത്, ആർക്കു വേണ്ടിയാണ് സംസാരിക്കുന്നത്? ഇന്ത്യ ഗവൺമെൻറ്റിന് വേണ്ടിയോ അതോ മറിച്ച് പാകിസ്ഥാന് വേണ്ടിയോ എന്നൊരു ചോദ്യമാണ് അവിടെ വരുന്നത്. എന്താണ് സാർ ഈ ഒരു വിഷയത്തെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഏറെ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ഇന്ത്യയിലെ പ്രതിപക്ഷം ശ്രമിച്ചത് നമ്മൾ കണ്ടു. യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ എന്ത് വേണ്ടിയിരുന്നോ അതാണ് രാഹുൽ ഗാന്ധിയുടെയും അതുപോലുള്ള മറ്റു ചില കോൺഗ്രസ് നേതാക്കന്മാരുടെയും നാവിൽ നിന്ന് ഇന്ത്യ കേട്ടത്. ഈ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നതിനിടയിൽ പോലും, അല്ലെങ്കിൽ പഹൽഗാമിൽ നമ്മുടെ നിരപരാധികളായ വിനോദസഞ്ചാരികള് കൂട്ടക്കൊല ചെയ്യപ്പെട്ടതിന് ശേഷവും പലപ്പോഴും രാഹുൽ ഗാന്ധി നടത്തിയ പ്രസ്താവനകൾ പാകിസ്ഥാൻ മാധ്യമങ്ങൾ ഏറെ ചർച്ച ചെയ്തതും കണ്ടിട്ടുണ്ട്. ഇപ്പൊ രാജ്യം ഒരു പ്രതിസന്ധിയെ നേരിടുന്ന വേളയില് ആ സ്വന്തം രാജ്യത്തിനെ പ്രതിസന്ധിയിലാക്കാൻ, പ്രതിക്കൂട്ടിലാക്കാൻ, അതിലൂടെ നമ്മുടെ ധീര സൈനികന്മാരെ അവരുടെ എന്താ പറയാ ഒരു ആർജവം, അവരുടെ വിശ്വാസം തകർക്കാനുള്ള ഒരു ശ്രമമാണോ കോൺഗ്രസ് നടത്തിയത് എന്നുള്ള ചിന്തയും അന്ന് രാജ്യമെമ്പാടും ഉണ്ടായിട്ടുണ്ട്. കോൺഗ്രസുകാർ എന്തൊക്കെ ആവശ്യപ്പെട്ടേ നമ്മുടെ കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെ യുദ്ധത്തിന്റെ മുറകൾ ചർച്ച ചെയ്യാൻ, യുദ്ധത്തിൽ എന്ത് നിലപാടെടുക്കണു എന്ന് ചർച്ച ചെയ്യാൻ പാർലമെന്റ് സമ്മേളനം വിളിച്ചു കൂട്ടണം എന്ന് വരെ ഇവർ ഉന്നയിച്ചില്ലേ? അങ്ങനെ എന്തെങ്കിലും കോൺഗ്രസുകാരുടെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നടന്നിട്ടുണ്ടോ? ഇന്നിപ്പോ എന്റെ മുന്നിലുള്ളത് 1962 ചൈന ഇന്ത്യയെ ആക്രമിക്കുന്ന വേളയിൽ, അല്ലെങ്കിൽ അത് മുതല് 2020 കോൺഗ്രസുകാരുടെ ഭരണ കാലഘട്ടത്തിൽ ഉണ്ടായ ആക്രമണങ്ങൾ, അല്ലെങ്കിൽ ഈവൻ കാർഗിൽ വാർ വരെ വേണമെങ്കിൽ, അത് വാജ്പേയി സർക്കാരിന്റെ കാലത്താണ്, അതുവരെ ഉണ്ടായിട്ടുള്ള യുദ്ധങ്ങളുടെ അല്ലെങ്കിൽ പോരാട്ടങ്ങളുടെ കാലഘട്ടത്തിൽ ഗവൺമെന്റുകൾ സ്വീകരിച്ച നിലപാടുണ്ട്. വൈ.ബി. ചവാൻ മഹാരാഷ്ട്രയിൽ നിന്നുള്ള പ്രമുഖനായ കോൺഗ്രസ് നേതാവാണ്, ശരത് പവാറിന്റെ ഒക്കെ ഗുരുനാഥൻ. വൈ.ബി. ചവാൻ ദീർഘകാലം ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന്റെ കൈപ്പടയിൽ എഴുതിയിട്ടുള്ള ഒരു കുറിപ്പ് പോലും ഉണ്ട് പാർലമെന്റിൽ സമർപ്പിക്കാൻ വേണ്ടിയിട്ട്. അതില് അവര് പറയുന്നത് കോൺഗ്രസ് എടുത്ത നിലപാടിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. യുദ്ധത്തിന്റെ സമയത്തോ യുദ്ധത്തിന് ശേഷമോ യുദ്ധം സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു പറയുന്ന രീതി ഇന്ത്യക്കില്ല. അതൊരു നാഷണൽ സെക്യൂരിറ്റിയുടെ പ്രശ്നമാണ്. നാഷണൽ സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇതാണ് ഗവൺമെന്റ് എടുത്ത നിലപാട്, കോൺഗ്രസ് ഗവൺമെന്റ് എടുത്ത നിലപാട്, വൈ.ബി. ചവാൻ മുതൽ എടുത്തിട്ടുള്ള നിലപാട്. ശരിയാണ്, പാകിസ്ഥാനുമായിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂരിനിടയ്ക്ക് ചില അപ്രതീക്ഷിതമായ വിഷമതകൾ ഇന്ത്യൻ സേനയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തുകയുണ്ടായി. പക്ഷേ നമുക്കൊരു ചെറിയ പ്രശ്നം ഉണ്ടായപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പരിഹാരം കാണാനും പാകിസ്ഥാൻ പ്രതീക്ഷിക്കാത്ത കനത്ത തിരിച്ചടി നൽകാനും ഇന്ത്യക്ക് കഴിഞ്ഞു. അതിനുശേഷം അദ്ദേഹം പറയുന്നത് എന്താ? നാശനഷ്ടം, നമുക്കൊരാൾ നാശവും ഉണ്ടായിട്ടില്ല.
നമ്മുടെ ഒരു സൈനികനും പട്ടാളക്കാരുടെ ഇടയിൽ പെട്ടിട്ടില്ല. എല്ലാവരും സുരക്ഷിതരായിരുന്നു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ചെറിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും ഒരു യുദ്ധമാകുന്ന സമയത്ത്. ഇതായിരുന്നു CDS രാജ്യത്തോട് പറഞ്ഞത്, അല്ലെങ്കിൽ വെളിപ്പെടുത്തിയത്. പക്ഷെ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട്. പാക് പട്ടാളക്കാരെ മുന്നിൽ നിർത്തിക്കൊണ്ട്, പാക് പട്ടാള മേധാവിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി നടത്തിയ നിരീക്ഷണം, നമ്മൾ ഇന്ത്യ ആക്രമിക്കാൻ തീരുമാനിച്ചിരുന്നതാണ്. പക്ഷെ അതിനു മുമ്പ് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ അടക്കം വന്ന് നമ്മുടെ എന്താ പറയാ ആണവ കേന്ദ്രം, അതായത് നൂർഖാം ബേസ് വരെ അവരുടെ ആക്രമണം എത്തി. അതായത് അവരുടെ ആയുധങ്ങൾ സൂക്ഷിക്കുന്നതിന്റെ നിയന്ത്രണ കേന്ദ്രമാണ് നൂർഖാൻ ബേസ്. അതിന്റെ ഉമ്മറപ്പടിയിൽ വരെ ഇന്ത്യയുടെ ആക്രമണം എത്തി എന്നാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറയുന്നത്. അത് മാത്രമല്ല, 6 ഭീകര ക്യാമ്പുകൾ തകർത്തത് മാത്രമല്ല, അതിലൊക്കെ ഉപരി 11 എയർബേസുകൾ, പാകിസ്ഥാനിലെ എയർഫോഴ്സിന്റെ 11 അടിസ്ഥാന കേന്ദ്രങ്ങൾ നമ്മൾ തകർത്തു. അവരുടെ റൺവേസ് തകർത്തു, വിമാനങ്ങൾ തകർത്തു, പ്രതിരോധ കേന്ദ്രങ്ങൾ തകർത്തു. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ പ്രതിക്കൂട്ടിലായത്, പഹൽഗാം മുതൽ പ്രതിക്കൂട്ടിലായത് പാകിസ്ഥാനാണ്. യുദ്ധതന്ത്രത്തിൽ പരാജയപ്പെട്ട് പ്രതിസന്ധിയിലായത് പാകിസ്ഥാനാണ്. ആ നൂർഖാൻ ബേസിൽ ഇന്ത്യയുടെ ആക്രമണം എത്തിയപ്പോ പാകിസ്ഥാന്റെ പട്ടാള മേധാവി അടക്കം ഞെട്ടിത്തെരിച്ചു എന്നാണ്. അങ്ങനെയാണ് അമേരിക്കയുടെ പുറകെ പോയത് അവര്. അമേരിക്കയുടെ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ പിന്നാലെ പാകിസ്ഥാൻ പോയത് അങ്ങനെയാണ്. അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറിയുടെ പിന്നാലെ പാകിസ്ഥാൻ പോയത് അങ്ങനെയാണ്. അവിടുത്തെ വിദേശകാര്യ സെക്രട്ടറി ജയശങ്കർ, നമ്മുടെ വിദേശകാര്യ മന്ത്രി വിളിച്ചപ്പോൾ ജയശങ്കർ എന്താ പറഞ്ഞത്? പ്രശ്നം ഉണ്ടാക്കിയത് അവരാണ്, അവർ തന്നെ തീർക്കട്ടെ. അവസാനം നിർബന്ധിച്ചപ്പോ ജയശങ്കർ പറഞ്ഞു, ഞങ്ങൾക്ക് ഗവൺമെന്റിന് ഇതിനകത്ത് ഒന്നും ചെയ്യാനില്ല. പാകിസ്ഥാന് ഈ ആക്രമണം അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ, തൽക്കാലത്തേക്കെങ്കിലും നിർത്തണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ DGMO, ഇന്ത്യയുടെ DGMOയെ വിളിക്കട്ടെ. അങ്ങനെയാണ് ഓപ്പറേഷൻ സിന്ദൂറിന് താൽക്കാലിക വിരാമം ഉണ്ടായത്. അത് അവസാനിപ്പിച്ചു എന്നല്ല ഇന്ത്യൻ സൈന്യം പറഞ്ഞത്, താൽക്കാലിക വിരാമം എന്നാണ്. പക്ഷെ അതിനുള്ളില് പാകിസ്ഥാന് വലിയ നാശനഷ്ടം സംഭവിച്ചു, വലിയ നാശനഷ്ടം. ഈ യുദ്ധത്തിന് തൊട്ട് മുമ്പാണ് IMF-ൽ നിന്ന് ഏതാണ്ട് $1 ബില്യൺ അവർ കടം വാങ്ങിയത്. ഇപ്പോ പാകിസ്ഥാനിലുള്ള ചില വിദേശ വിദഗ്ധന്മാര്, പ്രതിരോധ വിദഗ്ധന്മാര് ചൂണ്ടിക്കാണിക്കുന്നത് ഒരു 15-16 ബില്യന്റെ ഡോളറിന്റെ നഷ്ടം അവർക്ക് സംഭവിച്ചിട്ടുണ്ടാകും എന്നാണ്. 1 കോടി കടം മേടിച്ചിട്ട് എവിടെയെങ്കിലും എത്താൻ പറ്റുമോ? ഇപ്പൊ ലോക ബാങ്കിനെ വീണ്ടും പാകിസ്ഥാൻ സമീപിച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത്. ഈ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, ഭീകരവാദത്തിന്റെ എന്താ പറയാ ഈറ്റില്ലമായി മാറിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാന് കടം കൊടുക്കാൻ വേൾഡ് ബാങ്കും തയ്യാറാകുന്നു എന്നുള്ള സൂചകങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അതില് ആരുടെയൊക്കെ താല്പര്യങ്ങളുണ്ട് എന്നത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. പക്ഷെ അപകടം പിടിച്ച ഒരു തീരുമാനത്തിലേക്കാണ് ഇന്നിപ്പോ ലോകബാങ്ക് പോകുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇവിടെ നമ്മൾ ഉദ്ധരിക്കേണ്ട ഒരു കാര്യം കൂടി, ഓർമ്മിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി പട്ടാള മേധാവികളെ ഇരുത്തി നടത്തിയ ഒരു മീറ്റിങ്ങിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. അതില് അദ്ദേഹം പറയുന്നുണ്ട്, നമ്മളെ സഹായിക്കാൻ ഇന്ന് ആരുമില്ല. പണ്ട് ഖത്തറും സൗദി അറേബ്യയും UAE-യും ജോർദാനും ഇറാനും ഒക്കെ സഹായിച്ചിരുന്നു, ചൈനയും സഹായിച്ചിരുന്നു. ഇന്ന് പിച്ചപാത്രവുമായിട്ട് അവരുടെ മുമ്പിൽ എത്തുന്ന മട്ടിലാണ് അവർ പ്രതികരിക്കുന്നത്. അപ്പൊ ഇസ്ലാമിക ലോകത്തുണ്ടായിട്ടുള്ള വലിയ മാറ്റം അത് പാകിസ്ഥാനെതിരെ എന്ന് മാത്രമല്ല, ഇന്ത്യക്ക് അനുകൂലവും കൂടിയാണ് എന്നതും കൂടി നമ്മൾ തിരിച്ചറിയണം. അതിലേക്ക് കാര്യങ്ങൾ നീക്കിയത് നരേന്ദ്രമോദി സർക്കാരിന്റെ വളരെ വളരെ സൂപ്പർബായിട്ടുള്ള ഡിപ്ലോമാറ്റിക് മൂവുകളാണ്, നയതന്ത്ര ചലനങ്ങളാണ്, നയതന്ത്ര നീക്കങ്ങളാണ്.
ഞാൻ വീണ്ടും നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് വരാം. ഞാൻ പറഞ്ഞല്ലോ 1962 ഒക്ടോബർ നവംബറിലാണ് ചൈന ഇന്ത്യയെ ആക്രമിക്കുന്നത്. ഏതാണ്ട് ഏകദേശ കണക്കനുസരിച്ച് ഒരു 10-40,000 ചതുരശ്ര കിലോമീറ്റർ ഭൂമി നെഹ്റു ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ചൈന പിടിച്ചടക്കി. പിന്നീട് 65 സെപ്റ്റംബറിൽ പാകിസ്ഥാന്റെ ആക്രമണം ഉണ്ടായി. 71 ഡിസംബറിൽ നമ്മളൊക്കെ അഭിമാനത്തോടെ കാണുന്ന ബംഗ്ലാദേശ് വീണ്ടെടുക്കുന്ന അല്ലെങ്കിൽ ബംഗ്ലാദേശിന് രൂപം നൽകിയ യുദ്ധം. 89 കാർഗിൽ യുദ്ധം ഉണ്ടായി. വാജ്പേയി സർക്കാരിന്റെ കാലത്താണ്. 89 അതിനുശേഷം 89 വാജ്പേയി ഗവൺമെന്റ് നിയോഗിച്ച ഒരു കാർഗിൽ വിദഗ്ധ സമിതിയുണ്ട്. ഇന്ത്യയുടെ സെക്യൂരിറ്റി മെഷേഴ്സ് എങ്ങനെയാവണം, സെക്യൂരിറ്റി മേഖലയിൽ നമ്മൾ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം, സെക്യൂരിറ്റി സംവിധാനത്തിൽ എന്തെല്ലാം പുതിയ നീക്കങ്ങൾ കൊണ്ടുവരണം എന്നൊക്കെ പഠിക്കാൻ വേണ്ടി സുബ്രഹ്മണ്യം കമ്മിറ്റി. അതിന്റെ ശുപാർശയിലും പറയുന്നുണ്ട് യുദ്ധവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പുറത്തു വിട്ടുകൂടാ. അത് രാജ്യസുരക്ഷയെ ബാധിക്കും, അത് രാജ്യത്തെ ബാധിക്കും. അതുകൊണ്ട് ഇന്ത്യയുടെ പാരമ്പര്യം ഇത്തരം കാര്യങ്ങൾ മുഴുവൻ വെളിപ്പെടുത്തുന്നതല്ല എന്ന്. അത് ഇക്കാര്യത്തിൽ മാത്രമല്ല, 1984 ഓപ്പറേഷൻ മേഘദൂത് സൈന്യത്തിന്റെ സിയാച്ചൻ പിടിച്ചടക്കിയ യുദ്ധമാണ്. 1987 87-90 കാലത്തെ ശ്രീലങ്കയിൽ രാജീവ് ഗാന്ധിയുടെ കാലത്ത് നടത്തിയ IPKF ഓപ്പറേഷൻ കാക്ടസ് മാലദ്വീപിൽ നടത്തിയതാണ് 1988. അതുപോലെ തന്നെ അമൃത്സറിലെ സുവർണക്ഷേത്രം മോചിപ്പിക്കാൻ, ഖാലിസ്ഥാൻ ഭീകരരിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ 84 നടന്ന ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ഇതിന്റെ ഒന്നും വിശദാംശങ്ങൾ പാർലമെന്റിൽ വച്ചിട്ടില്ല. ഇതിന്റെ ഒന്നും വിശദാംശങ്ങൾ രാജ്യത്തിന്റെ മുമ്പിൽ വച്ചിട്ടില്ല. അത് വയ്ക്കേണ്ടതില്ല, വയ്ക്കാൻ പാടില്ല എന്നതാണ് കോൺഗ്രസ് കാലഘട്ടം മുതൽ നമ്മൾ സ്വീകരിച്ചിട്ടുള്ള നിലപാട്. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ തന്നെ പാക് സൈന്യം വന്നിട്ട് കാശ്മീർ ആക്രമിച്ചു. അങ്ങനെയാണ് പാക് അധീന കാശ്മീർ ഇന്ന് നമ്മൾ കാണുന്നത് പോലെ പാകിസ്ഥാന്റെ കൈവശമായത്. അന്ന് നെഹ്റുവിന്റെ ഗവൺമെന്റ് കാണിച്ച ചില പാകപ്പഴകളുണ്ട്. നയതന്ത്ര തലത്തിലും സൈനിക തലത്തിലും ഒക്കെ കാണിച്ചിട്ടുള്ള വീഴ്ചകളുണ്ട്. അതുൾപ്പെടെ രാജ്യത്തിന്റെ സമക്ഷം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല, കൊണ്ടുവരേണ്ടതില്ല എന്ന നിലപാടാണ് ഗവൺമെന്റുകൾ സ്വീകരിച്ചത്. അപ്പോ രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും അവരുടെ അനുചരന്മാരും ഇന്നിപ്പോ മോഡി ഗവൺമെന്റിനെ പ്രതിക്കൂട്ടിലാക്കാൻ, അതിലേറെ നമ്മുടെ വീര സൈനികരെ, നമ്മുടെ സൈനിക മേധാവിമാരെ, നമ്മുടെ സൈന്യത്തിലുള്ള ഓരോ ചെറുപ്പക്കാരെയും ഓരോ യുവതികളെയും അവരുടെയൊക്കെ ആത്മവിശ്വാസം തകർക്കാൻ ആവശ്യമായ വിധത്തിലുള്ള ക്യാമ്പയിൻ നടത്തുന്നത് അത് ഇന്ത്യയുടെ താല്പര്യത്തിന് വേണ്ടിയല്ല, ഇന്ത്യയുടെ ശത്രുരാജ്യത്തിന്റെ താല്പര്യത്തിന് വേണ്ടിയാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിനെ നിഷേധിക്കാൻ പറ്റാത്ത സ്ഥിതി വന്നിരിക്കുന്നു. തിരുത്തേണ്ടത് കോൺഗ്രസ് ആണ്. യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിന്റെ നേതൃത്വമാണ്. ചരിത്രം അവർ ഇനിയെങ്കിലും വായിക്കണം. പാർലമെന്റിലെ നടപടിക്രമങ്ങൾ മനസ്സിലാക്കണം. വിവരക്കേട് പറഞ്ഞ് രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടത്തരുത് എന്നതാണ് ഈ സമയത്ത് ഉപദേശിക്കാനുള്ളത്.